ലത്തീഫ് നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിന് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രൂട്ടൽ നല്ല മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങളിൽ നിന്ന് ഉള്ള ഒരു കഥയാണ്. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ ആവും എന്ന് വെച്ചാൽ പെൺമക്കളുള്ള എല്ലാ അമ്മമാരും ഒന്ന് ഇമോഷണൽ ആവും ഇത് കാണുമ്പോൾ. നല്ല മൂവി. സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അതായത് നമ്മുടെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ റിയലായിട്ട് കണ്ട ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ഇത് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഒരു പ്രൊമോഷൻ വന്ന് ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ അഭിപ്രായം. വളരെ നമ്മുടെ ഹാർട്ട് വേദനിക്കുന്ന രീതിയിലുള്ളൊരു കണ്ടന്റ് കൊള്ളാം, അസലായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കൽപ്പാന്ത കാലത്തോളം നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നം സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഇറങ്ങിച്ചില്ലാണ്. അതിൽ നല്ലൊരു ആസ് എൻ അഡ്വക്കേറ്റ്, ഐ എം അഡ്വക്കേറ്റ് വിജയകുമാർ മേനോൻ, ഒരു ആർട്ടിസ്റ്റുമാണ്, എഴുതുന്നുള്ളിൽ. അപ്പോൾ ഇത് നല്ലൊരു ചോദ്യചിഹ്നം. ആൻഡ് പബ്ലിക്, അതായത് ഈ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. സമൂഹത്തിൻ്റെ മാറ്റം വീട്ടിൽ നിന്ന് തുടങ്ങണം. അത് കാണിക്കുകയാണ്. നല്ല ആക്ടിങ്ങാണ്. ചെറിയൊരു കാര്യം, പക്ഷേ വലിയൊരു നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നവർ വലിയൊരു ചോദിച്ചിട്ടാണ് പൊളിറ്റീഷ്യൻസ്, ദ കൺട്രി ആൻഡ് നിയമസംഹിതയൊക്കെ മാറ്റി എഴുതുന്നതാണ്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. പക്ഷേ അതിൽ വേറെ വലിയൊരു ഇതുണ്ട്, പശ്ചാത്താപം പ്രായശ്ചിത്തമാണെന്ന് പറയുന്നത്. അതും ഒരു ചോദിച്ചിട്ടുണ്ടായി ആൾക്കാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ പശ്ചാത്തപിച്ചിരിക്കുന്നത്. പിന്നെ അയാൾ തിരിച്ച് വീണ്ടും പനിഷ് ചെയ്യണമെന്നുള്ളതാണ്. നിയമം കയ്യിലെടുക്കുന്നൊരു ഇഷ്യൂ ഉണ്ട്. അത് എല്ലാം കൂടി കൂടിയിട്ടാണ് ആ പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ട്. ഏജ് ഈസ് ഓൺലി മാറ്റർ. വെൽ ഡൺ ദാറ്റ് എൻറ്റയർ അമൽ ഹി ഹാസ് ഡൺ വെൽ. ഞാൻ കിടക്കാറില്ല. അപ്പോൾ സിനിമ ബ്രൂട്ടൽ കണ്ടു. നല്ല മനോഹരമായിട്ടുള്ളൊരു ഫാമിലി മൂവിയാണ്. തീർച്ചയായിട്ടും പല മൂവികളിലും കാണിക്കാത്ത രീതിയിലുള്ളൊരു പുതിയൊരു എക്സ്പീരിയൻസാണ് ഈ പടം നാസർക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പം അമ്മലാണെങ്കിലും പുതുമുഖനാണെങ്കിൽ അമ്മലാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അമ്മല. അപ്പോൾ അമൽ പി ജോബിയല്ലേ ഡയറക്ടർ അമലേട്ടന് അത്യാവശ്യം നല്ല രീതിയിൽ ഗുമസ്തന് ശേഷം ഒരു ഫാമിലി മൂവിയാണ്, ഇത് റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇതൊരു അവാർഡ് ഇപ്പോൾ കിട്ടേണ്ട മൂവിയാണ്. കാരണം പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഓരോരോ ആക്ടേഴ്സും പാണ്ഡ്യൻ ചേട്ടനാണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ്, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. പിന്നെ പറയാ ഒരു ആദ്യം മുതൽ അവസാനം വരെ നാസറിക്കയുടെ ഒരു പെർഫോമൻസാണ്. ഒരു അഭിനയമൊന്നും പറയില്ല, നമ്മളൊരു കുടുംബത്തിൽ നടക്കുന്നൊരു സംഭവം നേരിട്ട് കാണുന്നൊരു ഫീലാണ് ഈ വിഷ്വലിൽ വന്നിരിക്കുന്നത്. എന്തായാലും നാസർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നാസറിക്കയാണ് പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവി. അപ്പുറം ഒരു ആൾക്കാർക്കൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ്. കാരണം എന്താ പറയുക, ഒരു ക്രൈം ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് ശിക്ഷ കിട്ടി തിരിച്ചു വരുമ്പോൾ ഒന്നും പറ്റുന്നില്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ സംഭവം കിട്ടുന്നില്ല. ജയിലിൽ സുഖഭക്ഷണം ജീവിതം ഉള്ള ജയിൽ പുള്ളിയുടെ കഥകളാണ് ഇതിൽ പറയുന്നത്. എന്തായാലും സുഖജീവിതം മാത്രമല്ല, ഒരു ശിക്ഷ ഒരു സംഭവത്തിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മർദ്ദനത്തിന് പുറമെ പ്രതികൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് സ്വഭാവത്തിലേക്ക് എത്തിക്കണം ചെയ്യേണ്ടത്. കാരണം നമ്മളെപ്പോലുള്ള ഒരു ഇപ്പം എനിക്കും പെങ്ങളുണ്ട് അല്ലേ, ചേട്ടന് മകളുണ്ട്. അപ്പോൾ മകളും പെങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ബ്രൂട്ടൽ. എന്തായാലും ഒരു സിനിമയ്ക്കപ്പുറം ഒരു ചർച്ച ചെയ്യേണ്ട സിനിമ തന്നെയാണ്. ഓക്കെ.